Good evening, doctor. Good evening. എന്ത് പറ്റി? എന്റെ കൈക്ക് വലത്തെ കൈക്ക് ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ജോയിന്റിന്റെ അവിടെ നല്ല വേദനയാണ്. കുറച്ച് 2-3 ദിവസമായി കൈ ഓയിൽമെന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ തിരുമിയൊക്കെ എടുത്തിരിക്കുന്നു. പക്ഷെ വേദന മാറുന്നില്ല അല്ലേ? നോക്കട്ടെ, ഇവിടെ ആയിട്ടാണോ? അതെ. എന്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് ആണ്. ബാഡ്മിന്റൺ കളിക്കുന്നുണ്ടോ? അത് ശരി. വെറുതെ പിന്നെ ജസ്റ്റ് പ്രാക്ടീസ് വേണ്ടി. ഇതിപ്പോ എത്ര നാളായി ഉണ്ടായിട്ട്? ഒരാഴ്ചയായിട്ട്. ഈ കളിക്കാൻ തുടങ്ങിയ പിന്നെയാണ്. ഇതിന് പേര് പറയുന്നതെന്ന് വെച്ചാൽ ടെന്നീസ് എൽബോ എന്ന് പറയും. ടെന്നീസ് എൽബോ ഈ സാധാരണ അതിൻ്റെ പേര് പോലെ ടെന്നീസ് കളിക്കുന്നവർക്കാണ് കൂടുതലും. ടെന്നീസ് കളിക്കുന്നവർക്ക് റാക്കറ്റ് ഗെയിംസ് എന്ത് കളിക്കുന്നവരൊക്കെ ബാഡ്മിൻ്റൺ, സ്ക്വാഷ് കളിക്കുന്നവർക്കാണ് കൂടുതലും വരുന്നത്. വലത്തെ കയ്യിലാണ് ഉണ്ടാവുന്നത്. പിന്നെ അല്ലാണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കട്ടിപ്പണിയൊക്കെ ചെയ്യുന്നവർ, ഇപ്പോൾ വീട്ടമ്മമാർ നല്ല കട്ടിയുള്ള ഷീറ്റൊക്കെ പിഴിയുമ്പോഴേ ഇങ്ങനെ ഉണ്ടാകുന്ന വീശി മിറ്റടിക്കുന്നവർക്കൊക്കെ കണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് വേദന തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സാധാരണ അതിന് റൈസ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. RICE, ഇംഗ്ലീഷിൽ RICE. റെസ്റ്റ്. R സ്റ്റാൻഡ്സ് ഫോർ റെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വേദന വരുമ്പോൾ ആ കൈ കൊണ്ടൊന്നും ചെയ്യരുത്. കഴിയുന്നത് വലത്തെ കൈയാണ്, ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മൾ ആ കൈക്ക് മാക്സിമം റെസ്റ്റ് കൊടുക്കണം. പിന്നെ I എന്ന് പറഞ്ഞ ഐസ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു നമുക്ക് നീർക്കെട്ടോ അല്ലെങ്കിൽ ചതവ് വരുമ്പോൾ നമ്മൾ കൂടുതലും ചൂട് വെക്കാനാണ് നോക്കുന്നത്. ചൂട് വെച്ചിട്ട് എന്തെങ്കിലും ഓയിൻമെൻ്റ് ഇട്ട് തിരുമ്പാനാണ് നോക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ആ നീർക്കെട്ട് വലിയണമെങ്കിൽ നമ്മൾ ഐസ് വെക്കണം. അത് നേരിട്ട് വെക്കരുത്. എന്തെങ്കിലും 3-4 കഷ്ണം ഐസ് എടുത്ത് പ്ലാസ്റ്റിക് കൂടി പൊതിഞ്ഞ് അവിടെ നല്ല തണുപ്പ് തട്ടത്തക്ക രീതിയിൽ ഒരു 10 മിനിറ്റ് വെക്കണം. ആദ്യത്തെ 2 ദിവസം അങ്ങനെ തന്നെ ചെയ്യണം. പ്ലാസ്റ്റിക് കൂടിലോ നീരിയ തുണിയിലോ എന്തായാലും ആ തണുപ്പ് നന്നായി തട്ടണം. ഒരു 10 മിനിറ്റോളം വെക്കണം 2 നേരം. പിന്നെ C എന്ന് പറഞ്ഞാൽ കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേദനയുള്ള ഭാഗത്ത് നമുക്ക് ബാൻഡേജ് കിട്ടുമോ, അതിന് റെസ്റ്റ് കൊടുക്കുക. അതാണ്. പിന്നെ E എന്ന് പറഞ്ഞാൽ എലിവേഷൻ. സാധാരണ അത് പിന്നെ കാലിലൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ തലോണയുടെ പുറത്ത് കയറ്റി വെച്ച് ഇച്ചിരി റെസ്റ്റ് കൊടുക്കാൻ പറയും. ആ ഭാഗം പൊക്കി വെച്ച് പിന്നെ കുറച്ച് മരുന്ന് കഴിക്കണം. ഡോക്ടേഴ്സിനെ കണ്ട് ഡോക്ടർ എഴുതുന്ന മരുന്ന് അത് കൂടി കഴിക്കണം. ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് അത് നന്നായി മനസ്സിലായത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മരുന്ന് ഇത് കഴിക്കാൻ മതി. എന്നിട്ട് ഇത് കഴിക്കും. ഓക്കെ.